6 മണിക്ക് നമ്മൾ നടക്കാൻ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഒരു 5:30 ആകുമ്പോൾ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു ഈ മോർണിംഗ് വാക്ക്. സോ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ ഈവനിങ് ആയിരുന്നു കേട്ടോ വിളക്കെല്ലാം വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ രാവിലെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ വിളക്ക് വയ്ക്കുമ്പോൾ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാറുണ്ട്. ഇറങ്ങുന്നതിന് മുന്നേ നമ്മളൊരു കപ്പ് മിനറൽ വാട്ടർ കുടിക്കാറുണ്ട് കേട്ടോ. നോർമൽ വെള്ളമാണ്. നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവും നല്ല കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റാത്ത അത്രയും കാറ്റ്, നല്ല പൊടിക്കാറ്റായിരുന്നു. ഇവിടെ ഞാൻ കുറച്ച് ലൈറ്റ് കൂട്ടിയെടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അത്രയ്ക്ക് ഫീൽ ആവാത്തത്. നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഓഫ് ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡും ഏരിയകളൊക്കെ നല്ല കാമാണ്. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണ്. നമ്മൾ ഇറങ്ങി നടക്കുക. ഞാനിങ്ങനെ എല്ലാ ദിവസവും ഒരേ റൂട്ടിലേക്ക് അല്ലാട്ടോ പോവാറ്. പക്ഷേ ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ പാർക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ ട്രാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓടാൻ നല്ല ഇഷ്ടമാണ്. കാരണം ഞാൻ റോഡിലൂടെ പോകുന്ന സമയത്ത് അങ്ങനെ ഓടാറില്ല. കാരണം റോഡാകുമ്പോൾ ചിലപ്പം ഇറക്കം വരും, ചിലപ്പോൾ സ്റ്റെപ്പ് വരും, അപ്പോൾ ഒരു സുഖം കിട്ടില്ല. പക്ഷേ പാർക്കിലേക്ക് വരുന്ന സമയം ഞാൻ മാക്സിമം റണ്ണിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. പാർക്കിലേക്ക് നടക്കാൻ പോകുമ്പോഴേ നമ്മളെപ്പോലുള്ള ഒരുപാട് മൈൻഡ് സെറ്റുള്ള ആളുകളുണ്ടായിരിക്കും. ഇത് റണ്ണിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ പിന്നെ 750 മീറ്റേഴ്സ് ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഓരോ മീറ്റർ ഇങ്ങനെ കഴിയുമ്പോഴേ നമ്മൾ ഇത്രയ്ക്ക് ഓടിയല്ലോ, നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്യും കേട്ടോ. പാർക്കിൽ റൺ ചെയ്യുന്നതിൻ്റെ എനിക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് തോന്നിയതും അത് തന്നെയാണ്. എന്നൊരു 7:15 7:20 ആകുമ്പോഴേക്കും എൻ്റെ നടത്തം പാർക്കിലെ പരിപാടികളങ്ങ് നിർത്തി വീട്ടിലോട്ട് നടക്കാൻ തുടങ്ങും കേട്ടോ. കാരണം വീട്ടിലേക്കും ഒരു 10 മിനിറ്റിൻ്റെ നടത്തമുണ്ട്. സോ ആ നടത്തും നമുക്ക് കിട്ടും. ഇനി അങ്ങോട്ട് ഷടപടയുന്ന പരിപാടികളാണ്. 7:30 ആകുമ്പോഴേക്ക് റൂമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ഫ്രഷ് ആവലും ബ്രേക്ക്ഫാസ്റ്റും എല്ലാ പരിപാടികളും നടക്കുള്ളൂ. നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. പിന്നെ അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്ലാസ്സാണ്. പോയപ്പോഴുള്ള അതേ കാറ്റ് വരുമ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷേ ഈ കാറ്റത്താണേലും നമ്മൾ അതിലൊന്നും തളരാണ്ടേ, മൂടി പൊറിച്ച് കിടക്കാണ്ടേ നമ്മൾ പുറത്തിറങ്ങുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രൗഡ് തോന്നുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ മോർണിംഗ് വാക്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതും അതാണ്. എനിക്ക് എന്നെ പ്രൗഡാക്കി വെക്കാൻ പറ്റുന്നുണ്ട്. എനിക്കത് നിർത്താൻ പറ്റാണ്ട് ഞാൻ ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസാണ്. നിങ്ങളാരും നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ലൈഫിൽ ഫീൽ ചെയ്യും. എനിക്കിപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല, ബിസി ആവാനാണ് ഇഷ്ടം. സോ നമ്മൾ എത്തി, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ തുടങ്ങി. എനിക്ക് എനർജി വരണമെന്നുണ്ടെങ്കിൽ ചായ കുടിച്ചേ പറ്റൂ. ചായ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇടയ്ക്ക് ചായ വേണം. എന്നെപ്പോലെ ഒരു ദിവസം 4-5 പ്രാവശ്യം ചായ കുടിക്കുന്നവരുണ്ടോ? ചായ കുടിക്കാത്തവർക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ. ചായ കുടിക്കുന്നവരും ചായ കുടിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. യെസ്, അങ്ങനെ നമ്മളൊന്ന് ഫ്രഷായി. ഇനി നമുക്ക് ക്ലാസ്സിലേക്കുള്ള പ്രിപ്പറേഷൻസാണ് വരാൻ പോകുന്നത്. ചെറുതായിട്ട് ഞാനൊന്ന് കാര്യങ്ങളെല്ലാം എന്തെല്ലാം എടുക്കും എന്നുള്ളതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ക്ലാസ് തുടങ്ങി. ക്ലാസ് തുടങ്ങുമ്പം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മാച്ച് സാധനം എന്ന് പറഞ്ഞാൽ ചായയും റസ്ക്കുമാണ്. ഞാൻ ചായ റസ്കിൻ്റെയും ഒരാളാണ്. നിങ്ങൾക്ക് ചായേൻ്റെ കൂടെ നിങ്ങളുടെ ഫേവറേറ്റ് കോംബോ എന്താണ്? അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.